ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പുതുവത്സര സമ്മാനം. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത വർഷം ഓഗസ്റ്റ് 15 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആദ്യഘട്ടം സൂറത്ത് മുതൽ ബിലിമോറ വരെ. മുംബൈ അഹമ്മദാബാദ് പാത 5 ഘട്ടമായി പൂർത്തിയാക്കും. പരമാവധി വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു. ആദ്യം സർവീസ് നടത്തുക ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വ്യാപ്തിയേറുന്നു. ശബരിമലയിൽ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചെന്ന് SIT റിപ്പോർട്ട്. കൊള്ളയടിച്ചത് 7 പാളികളിലെ സ്വർണം. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നതായി SIT കോടതിയിൽ. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഇടപെടലെന്ന് അടൂർ പ്രകാശ്. ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശീലമാക്കിയവരെന്നും കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലെന്നും മുഖ്യമന്ത്രി. എങ്ങനെയാണ് മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ളവരുടെ അടുത്തെത്തിപ്പെടാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി. CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI വഞ്ചനയും ചതിയും കാണിക്കുന്ന പാർട്ടിയല്ല. LDFിലെ പ്രധാന കക്ഷിയെന്നും CPIയുമായി CPMന് നല്ല ബന്ധമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ നവകേരള റെസ്പോൺസ് പരിപാടിക്ക് തുടക്കമായി. ലക്ഷ്യം 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കുക. സർക്കാർ തീരുമാനം ജനുവരി 20 നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നടപടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ. മരണം അണുബാധയെ തുടർന്നെന്ന ആക്ഷേപവുമായി കുടുംബം. പുതുവർഷാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിൽ ബാറിൽ സ്ഫോടനം. 40-ലേറെ പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. മരണസാധ്യത ഉയരാൻ സാധ്യത.